ഗാസയിലേക്ക് സഹായവുമായി പോകുന്ന അന്താരാഷ്ട്ര ഫ്ലോട്ടിലെ സംരക്ഷിക്കാൻ ഇറ്റലിക്കൊപ്പം ഒരു സൈനിക യുദ്ധക്കപ്പൽ അയക്കുമെന്ന് സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് പറഞ്ഞു. കപ്പൽ ഗ്രീസിൽ നിന്ന് ഡ്രോൺ ആക്രമണത്തിനിരയായ സാഹചര്യത്തിലാണ് സാഞ്ചസിന്റെ പ്രതികരണം. ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിനും അവരുടെ ദുരിതങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനുമായി 45 രാജ്യങ്ങളിലെ പൌരന്മാർ കപ്പലിൽ പുറപ്പെട്ടതായി UN ജനറൽ അസംബ്ലിയിൽ സംസാരിക്കവേ സാഞ്ചസ് പറഞ്ഞു. അന്താരാഷ്ട്ര നിയമവും സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ മെഡിറ്ററേനിയൻ കടലിലൂടെ കപ്പൽ യാത്ര ചെയ്യാനുള്ള പൌരന്മാരുടെ അവകാശവും മാനിക്കപ്പെടണമെന്നും സ്പെയിൻ സർക്കാർ ആവശ്യപ്പെടുന്നു. ഗാസയിലെ ഇസ്രയേലിന്റെ നാവിക ഉപരോധം തകർക്കാൻ ഗ്ലോബൽ സുമത് ഫ്ലോട്ടില്ല ഏകദേശം 50 സിവിലിയൻ ബോട്ടുകളുമായാണ് പുറപ്പെട്ടത്. സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തകയായ ഗ്രേറ്റ തുൻബെർഗ് ഉൾപ്പെടെ നിരവധി അഭിഭാഷകരും ആക്ടിവിസ്റ്റുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഗ്രീക്ക് ദ്വീപായ ഗാവ്ഡോസിൽ നിന്ന് 30 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര ജലാശയത്തിൽ വെച്ച് ഡ്രോൺ ആക്രമണം ഉണ്ടായപ്പോൾ പ്രതിരോധിക്കാൻ ഇറ്റലി കപ്പൽ അയച്ചിരുന്നു. ഗ്ലോബൽ ഫോർട്ടിലേക്ക് നേരെ ഇസ്രയേൽ വീണ്ടും ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഇറ്റലി രണ്ടാമത്തെ കപ്പലാണ് അയക്കുന്നത്. യാത്രാമധ്യേ ഫ്ലോട്ടിലേക്ക് നേരെ ഇസ്രയേൽ ഡ്രോൺ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഗ്രീസും സുരക്ഷയ്ക്കായി യുദ്ധക്കപ്പൽ അയച്ചിരുന്നു. ഇറ്റലിയുമായി ചേർന്ന് സ്പാനിഷ് യുദ്ധക്കപ്പലുകളും GSFന് സംരക്ഷണമൊരുക്കുമെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് വ്യക്തമാക്കി. അതേസമയം തങ്ങളെ ഒരാക്രമണത്തിനും ഭയപ്പെടുത്താനാകില്ലെന്നും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തങ്ങളുടെ പ്രതിബദ്ധതയെ ശക്തിപ്പെടുത്തുകയാണെന്നും സംഘാടകർ പറഞ്ഞു. ഗാസയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയമവിരുദ്ധമായ ഉപരോധം തകർത്ത് സഹായം എത്തിക്കാനുള്ള ദൌത്യത്തിൽ നിന്നും പിന്മാറില്ലെന്നും കുറിപ്പിൽ പറയുന്നു. ബോട്ടുകളെ സംരക്ഷിക്കണമെന്ന് ഗ്രീസിനോട് സംഘം ആവശ്യപ്പെടുകയും ചെയ്തു. ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് സംഘാടകർ ആരോപിച്ചു. എന്നാൽ ഇതിനോട് ഇസ്രയേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല. ഗ്ലോബൽ സുമത് ഫ്ലോട്ടിലേക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ സഹായത്തിനായി നാവികസേനയുടെ യുദ്ധക്കപ്പലാണ് ഇറ്റലി അയച്ചത്. ഫ്ലോട്ടിലയെ സഹായിക്കാനാണ് നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകിയത് എന്നും ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രി ഗൈഡോ ക്രോസെറ്റോ പറഞ്ഞു. ഒരു യുദ്ധക്കപ്പലിനെ സഹായത്തിനായി അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇറ്റാലിയൻ പൗരന്മാരുൾപ്പെടുന്ന ഗ്ലോബൽ സുമത് ഫ്ലോട്ടിലേക്ക് നേരെയുള്ള ആക്രമണത്തെ തടയാനാണ് ഇറ്റലിയുടെ നീക്കം. ഗ്ലോബൽ സുമത് ഫ്ലോട്ടിലേക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന് സ്പെയിനും പ്രതികരിച്ചു. സഞ്ചാരം സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, അന്താരാഷ്ട്ര നിയമം എന്നിവ ലംഘിക്കുന്ന ഓരോ നടപടികൾക്കും മറുപടി നൽകുമെന്നും സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാരസും പ്രതികരിച്ചു. സ്പാനിഷ് നഗരത്തിൽ നിന്നും ആരംഭിച്ച ഫ്ലോട്ടിലയുടെ യാത്ര സമാധാനപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗാസയിലെ ഇസ്രയേലിന്റെ നിയമവിരുദ്ധമായ ഉപരോധം അവസാനിപ്പിക്കുക, മാനുഷിക സഹായം എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഗ്ലോബൽ സുമത് ഫ്ലോട്ടില സ്പെയിനിലെ നഗരമായ ബാഴ്സലോണയിൽ നിന്നും യാത്ര ആരംഭിച്ചത്. ആക്ടിവിസ്റ്റ് ഗ്രേറ്റ തുൻബെർഗ് ഉൾപ്പെടെയുള്ളവരാണ് യാത്രയിലുള്ളത്. 44 രാജ്യങ്ങളിൽ നിന്നുള്ള 50-ലധികം ചെറുകപ്പലുകളുടെ കൂട്ടമാണ് ഫ്ലോട്ടില. നേരത്തെ യാത്രക്കിടെ ട്യൂണീഷ്യൻ തീരത്ത് വെച്ചും ഫ്ലോട്ടിലേക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. മുമ്പ് ഇസ്രയേൽ അതിർത്തി ഭേദിച്ച് കടക്കാൻ ശ്രമിച്ച ഫ്രീഡം ഫ്ലോട്ടിലെ ഇസ്രയേൽ സൈന്യം പിടിച്ചെടുത്ത് തിരികെ അയച്ചിരുന്നു. ഫ്ലോട്ടിലെ യുദ്ധമേഖലയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന ഇസ്രയേൽ ആവർത്തിച്ചു. നാവിക ഉപരോധം ലംഘിക്കാൻ അനുവദിക്കില്ലെന്നും ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഓറൻ മാർമോർസ്റ്റീൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. 45 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് GSFിലുള്ളത്. ഇവർക്ക് മെഡിറ്ററേനിയൻ കടലിലൂടെ സഞ്ചരിക്കാൻ അവകാശമുണ്ടെന്നും ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണമെന്നും പെഡ്രോ കൂട്ടിച്ചേർത്തു. കുട്ടികൾക്കുള്ള വസ്തുക്കൾ, അരി, ധാന്യങ്ങൾ, സാനിറ്ററി പാഡുകൾ, മെഡിക്കൽ കിറ്റുകൾ, ജലശുദ്ധീകരണത്തിനുള്ള വസ്തുക്കൾ, വികലാംഗർക്കുള്ള ഊന്നുവടികൾ തുടങ്ങിയ അവശ്യ വസ്തുക്കളാണ് ഈ കപ്പലിൽ ഉള്ളതെന്നാണ് സംഘം അറിയിച്ചിട്ടുള്ളത്. സഹായ വിതരണം എന്നതിനപ്പുറം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്കെതിരായ രാഷ്ട്രീയ ഇടപെടലാണ് ഈ ദൌത്യമെന്നും ഫ്രീഡം ഫ്ലോട്ടില കൊളീഷൻ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ജൂണിലും FFC സമാനമായൊരു ദൌത്യത്തിന് ശ്രമിച്ചിരുന്നെങ്കിലും മെഡിറ്ററേനിയൻ കടലിൽ വെച്ച് ഡ്രോൺ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് പരാജയപ്പെടുകയായിരുന്നു. ഇസ്രയേലാണ് ഇതിന് പിന്നിലെന്ന് സംഘടന ആരോപിച്ചിരുന്നുവെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.